അമ്മ ടീച്ചറിന്റെ മോളാണ്, അപ്പൊ ഫസ്റ്റ് ബെഞ്ചറാണ്, ഞാൻ ബാക്ക് ബെഞ്ചർ. അതെ, നമ്മൾ ആരുടെ മോളായിട്ട് വരും? ഞാൻ ആ കാര്യത്തിൽ എന്റെ അച്ഛന്റെ മോളായിട്ട് വരും. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് വരാത്ത സബ്ജക്റ്റ് ആണ് മാത്സ്. അമ്മയാണെങ്കിൽ മാത്സ് ടീച്ചറിന്റെ മോളാ. അപ്പൊ അമ്മയ്ക്ക് മാത്സ്, അമ്മ ടോപ്പർ ആയിരുന്നു, എങ്ങാണ്ട് 95 ഒക്കെ എടുത്ത കൂട്ടത്തിലുള്ള ആളാണ്. അപ്പൊ ആ കാര്യത്തിൽ മാത്രം വഴക്കുണ്ടാക്കും. അപ്പൊ ഒരു ദിവസം ഒരുപാട് വഴക്ക് കിട്ടി. അപ്പൊ ഞാൻ അപ്പനെ വിളിച്ച് പറഞ്ഞു എനിക്കിനി ഇവിടെ ജീവിക്കണ്ട. അപ്പ ഏതോ ഷൂട്ടിങ്ങിന്റെ ഇടയിലായിരുന്നു. അപ്പ ഞാൻ കിടന്ന് കരയുന്ന കേട്ടിട്ട് അപ്പ അവിടെ കിടന്ന് ടെൻഷൻ അടിച്ച്, പിന്നെ ഒന്നുമില്ല, കാര്യമൊന്നുമില്ല, ഇവിടെ ഞാൻ പഠിത്തത്തിന്റെ ഇടയിൽ വഴക്ക് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ അമ്മ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രയും കടുത്ത ഡയലോഗ് അടിച്ചോ? എനിക്കിനി ഇവിടെ ജീവിക്കണ്ട, എനിക്കിനി ഇവിടെ പറ്റില്ല, എനിക്ക് അമ്മയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ സ്കൂളിൽ പോയില്ലെങ്കിലും ഞാൻ അപ്പയുടെ കൂടെ ഞാൻ ഇനി ഷൂട്ടിങ്ങിന് ഞാൻ വന്ന് നിന്നോളാം. അത്രയും വലിയ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണോ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് പുറത്തേക്ക് പോവാന്ന് തീരുമാനിച്ചത്? ആക്ച്വലി ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു ഫ്രീഡം ഒക്കെ കിട്ടും എന്നായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഹോം സിക്ക് ആയിപ്പോയി. വിചാരിച്ച എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ആയിപ്പോയി. അത് വല്ലാത്തൊരു റിയാലിറ്റി ആയിപ്പോയി. ഇവിടെ എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്, ഒരു ഗ്യാങ് ഉണ്ട്. പിന്നെ വീട് വിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഞാൻ എൻഡ് ഓഫ് ദ ഡേ വീട്ടിൽ വരണം. ദാറ്റ് ഈസ് എന്റെ കംഫർട്ട് സോൺ. വീട്ടിൽ വരണം, അമ്മ ഉണ്ടാവും, അപ്പ ഉണ്ടാവും, കണ്ണനുണ്ടാവും. ഇത് വേൾഡ് ഇതാണ്. അപ്പൊ പെട്ടെന്ന് അവിടെ ചെന്നപ്പോ റുട്ടീൻ ഡിഫറെന്റ് ആയി. പിന്നെ ഞാൻ പിക്ക് ചെയ്ത കോഴ്സ് വന്നിട്ട് അങ്ങനെ ഡെയിലി ക്ലാസ്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല അവിടെ. ഇപ്പൊ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ ക്ലാസ്സസ് ഉണ്ടാവും, ലെക്ചേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പാർട്ട് ടൈം ജോബിനൊക്കെ നോക്കിയിട്ടുണ്ട് അവിടെ. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ അവിടെ കഫേയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടിട്ട് അവിടെ ഐ ഹവ് അപ്രോച്ച് ദം. പക്ഷെ അപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ്. ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് തന്നെ എപ്പോഴും വന്ന് അവിടെ ഫിൽ ഔട്ട് ചെയ്യും. അപ്പൊ ഒന്നും നടന്നില്ല ചുരുക്കത്തിലല്ലേ? ആക്ച്വലി ഞാൻ അവിടെ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി. പക്ഷെ റിയാലിറ്റി അങ്ങ് ഇതായിട്ടില്ല. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവിടെ. തനിച്ച് എന്താണ് അമ്മ ഇവിടെ ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു മിനി ട്രെയിലർ അവിടെ കിട്ടി. സ്വന്തം കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, ലോണ്ടറി ചെയ്യണം, ഇതൊക്കെ ഓണായിരുന്നു. അവിടെ പോക്കറ്റ് മണി സ്വന്തമായിട്ട് കിട്ടുന്നില്ല അല്ലേ? അങ്ങോട്ട് പോക്കറ്റ് മണിക്ക് മാത്രം എനിക്ക് ക്യാമ്പസിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. മാനേജബിൾ ആണ്. ആ കാര്യത്തിൽ വീട്ടുകാരെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്തിട്ടേ ഇല്ല അല്ലേ? അങ്ങനെയുണ്ട്. ഇന്ന് ഞാൻ അറിഞ്ഞ ഒരു ഭയങ്കര രസമുള്ള ഒരു കഥയുണ്ട്. അതായത് ചക്കിയെ ഡേറ്റിന് വിടുന്നത് പോലും അമ്മ ഏത് ഡ്രസ്സ് വരെ ചൂസ് ചെയ്ത് എന്നിട്ട് അമ്മ കാറിൽ കയറ്റി വിടും. പക്ഷെ ഡ്രൈവറോട് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, ഇന്ന കഫേയിലേക്കേ കൊണ്ടുപോകാവുള്ളൂ, അവിടെ നിന്ന് എങ്ങോട്ടും പുറത്തേക്ക് വിടരുത്. ഇതിൽ നിന്ന് പറ്റിച്ചിട്ട്, അമ്മയെ പറ്റിച്ചിട്ട് വേറെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലേ? പാവം അമ്മ വല്ല അറിയുന്നുണ്ടോ? ഇവിടെ അറിയട്ടെ, കുഴപ്പമില്ല.